ഇതെൻ്റെ വീട്ടിലെ മാവിൻ തോട്ടം. ഈ മാങ്ങ ഏതാണ്ട് വലുതാവുമ്പോൾ ഏതാണ്ട് ഒരു കിലോ അടുപ്പിച്ച് ഒരു മാങ്ങയ്ക്ക് വരും. പക്ഷേ ഇത് ഏതാണ്ട് പകുതി വിളവാകുമ്പോൾ ഈ മാങ്ങ പുഴു കയറി നശിച്ചു പോകും. ഇപ്പോൾ തന്നെ ഇത്രയൊന്നും അല്ല മാവ് പൂത്തതും മാവിൻ്റെ ചെറിയ മാങ്ങകൾ വന്നതനുസരിച്ചാണെങ്കിൽ ഒരു 2 കുട്ടയോളം മാങ്ങ കൊച്ചായിട്ട് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ബാക്കി പിടിച്ച് നിൽക്കുന്നതാണ്. ഇനിയും മഴയും വെയിലും കൂടി ഒരുമിച്ചാകുമ്പോൾ ഇതിൽ എത്രത്തോളം നിലനിൽക്കുമെന്നൊന്നും അറിയാൻ വയ്യ. പക്ഷേ വളരെ ടേസ്റ്റാണ് ഈ മാങ്ങയ്ക്ക്. ഇതിനടുത്ത് തന്നെ വെള്ളരി ഇനത്തിൽപ്പെട്ടൊരു മാങ്ങ നിറയെ പിടിച്ച് നിൽപ്പുണ്ട്. അതും നമുക്ക് ഈ വെള്ളരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതാണ്ട് വിളവാകുമ്പോൾ പുഴുത്ത് വീഴും. അതാണ് ഈ വെള്ളരിയുടെ പ്രത്യേകത. അപ്പോൾ ഈ മാങ്ങയും ചെറുതിലേ പറിച്ച് ഉപ്പിലിടുകയാണെങ്കിൽ ഉപയോഗപ്രദമാണ്, അല്ലെങ്കിൽ അച്ചാറിടുകയാണെങ്കിലൊക്കെ ഉപയോഗപ്രദമാണ്. അല്ലാതെ ഇത് പഴുത്തിട്ട് ഇത് ഉപയോഗിക്കും. അപ്പം 2-3 മാവ് ഒരുമിച്ച് നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിറയെ മാങ്ങ കായ്ക്കുന്ന മാവുകളുണ്ട്. പിന്നെ ഇതൊരു വളരെ കൗതുകകരമായൊരു കാഴ്ചയാണ് കാണാനായിട്ട്. വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ മാങ്ങ തൂങ്ങിക്കിടക്കണമെന്ന് വെച്ചാൽ തന്നെ എനിക്കിത് വളരെ സന്തോഷകരമായി തോന്നാറുണ്ട്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.